ദിലീപ് കുമാർ, നമ്മുടെ രാഷ്ട്രീയ ഊഷ്മാവ് ഉയരുകയാണ്, ഉത്കണ്ഠയും ഒക്കെ വളരെ കൂടുതലാണ്. ഇന്ന് രാത്രി ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നിദ്രാവിഹീനമായ രാത്രികൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് രാത്രിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കൊന്ന് ചീട്ടുകളിയൊക്കെ ആയിട്ട് രാത്രി എങ്ങനെയും തള്ളി നീക്കുക എന്നുള്ളതായിരിക്കും. നമുക്ക് ഇതൊരു കാരണം മീഡിയ ഇത്രയധികം ഇൻവോൾവ് ചെയ്തൊരു ഇലക്ഷൻ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മീഡിയയും ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിൻ്റെ കൂട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ യഥാർത്ഥത്തിൽ ഈ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് കാരണം നമുക്ക് ഈ ലഡുവിൻ്റെ കേസ് അറിയാം. നമ്മൾ അടപടലം വീണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ നിന്നൊന്ന് റിക്കവർ ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. അതുപോലെ ഇങ്ങനെ പറയുന്ന ആൾക്കാരും വണ്ടി പിടിച്ചിരുന്ന ആൾക്കാരും ഒക്കെ ഈ ലഡുവൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ കല്യാണത്തിന്റെ പന്തലാണോ ചാകാലയുടെ പന്തലാണോ എന്ന് വ്യത്യാസം ഉണ്ടാകും എന്നൊക്കെ ആൾക്കാർ സൂചിപ്പിക്കുന്ന പോലെ അപകടമാവില്ലേ ബി ദിലീപ് കുമാർ? അല്ല എസ് കെ, ഇത് നമ്മുടെ കാര്യം മാത്രമല്ല, AICC ആസ്ഥാനത്തും പ്രവർത്തകർ വലിയ അന്ന് ഹരിയാനയിൽ വന്നതാണ്. അതെ അതെ, വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടത്തിലും ചിലപ്പോൾ അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. മാത്രമല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ നമ്മൾ സാധാരണ ഈ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ വേഗത്തിലാണ് റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ SKN ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞത് അതായത് ഒരു വേഗതയും ആവശ്യമില്ല, വളരെ കൃത്യമായി അത് എല്ലാവരെയും ഒപ്പമുള്ള കൗണ്ടിംഗ് ഏജന്റുമാരെ മുഴുവൻ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോയാൽ മതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വൈകിട്ട് 5 മണിയെങ്കിലും ആകും ഇത് തീരുന്നതിനുള്ളതാണ്. കാരണം ആരെങ്കിലും വെറുതെ ഉടക്കാൻ വേണ്ടി ഉടക്കാൻ ചെയ്യും. അല്ല, അത് ഉൾപ്പെടെ അവരെ അത് പിന്നീട് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അടുത്ത റൗണ്ട് പ്രയോഗമോ. കാരണം ഒരാളെ ഞാൻ ബോധ്യപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു റൗണ്ടിൽ ഏതാണ്ട് 14 മുതൽ 16 വരെ ബൂത്തുകളിലെ EVMകളാണ് വെച്ച് എണ്ണുന്നത്. അത് ഈ ഒരു റൗണ്ടിൽ എണ്ണുമ്പോൾ ആ വോട്ടുമായി ബന്ധപ്പെട്ട് അത് മുഴുവൻ അവിടെ പ്രദർശിപ്പിക്കാനൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ ഈ വോട്ടുകൾ പ്രദർശിപ്പിച്ചതിന് ശേഷം മാത്രമേ അത് ഈ കൗണ്ടിംഗ് ഏജന്റുമാർക്ക് ബോധ്യമാകണം അതെല്ലാം വളരെ കറക്റ്റാണ് എന്ന കാര്യം ബോധ്യമായതിനു ശേഷം മാത്രമേ അടുത്ത റൗണ്ടിലേക്കുള്ള EVM സ്ട്രോങ് റൂമിൽ പോയി എടുത്തുകൊണ്ടുവരൂ. അത് മുൻകാലത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നേരത്തെയൊക്കെ വളരെ വേഗത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറിന് ഇവിടത്തേക്ക് മാത്രം പ്രഖ്യാപിച്ചാണുള്ളത്. അതെ അതെ, ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നത് ഇത് ഇത്ര സമയത്ത് തീർക്കണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ 10-15 ദിവസം അല്ല, ഇതിലൊരു തർക്കവുമില്ല. ജോലിയുണ്ട്. അല്ല, ഇതിലൊരു തർക്കവും പാടില്ല എന്നുള്ളതാണ്. BJPയുടെ ഒരു കത്ത് വന്ന പ്രശ്നമുണ്ടായി. BJPയുടെ അതിലാദ്യം എത്താൻ പ്രശ്നത്തിലായി. പിന്നെ EVM മറ്റേ സ്ട്രോങ് റൂമുകൾ തുറന്നു വന്ന അതിന്റെ കാര്യമില്ലെന്ന് അറിഞ്ഞെങ്കിലും ആരോപണം വന്നു. അപ്പൊ അങ്ങനെ തൊട്ടതൊക്കെ ഒരു പ്രശ്നം പുള്ളിക്കുണ്ട്. ഓരോ റൗണ്ടും കുറ്റമറ്റ രീതിയിൽ ഒരു ആരോപണവും ഉണ്ടാകാത്ത തരത്തിൽ അത് വളരെ കൃത്യമായി പോകണമെന്ന് പറയുന്നത്. ഏതായാലും SKN അതിലേക്ക് വന്നു കഴിഞ്ഞാൽ SKN ചോദിച്ചു, അതായത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്, പ്രവർത്തകരെല്ലാം അതെ 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 വലിയ ആവേശത്തിലുമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു 3ാം തുടർഭരണം സ്വപ്നം കാണുന്ന LDF പ്രവർത്തകർ 10 വർഷത്തെ അധികാര വരൾച്ചയ്ക്ക് ശേഷം തിരികെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്ന അധികാര വരൾച്ചയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് തിരികെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്ന UDF പ്രവർത്തകർ, കേരളത്തിൽ താമര വിരിയും പല മണ്ഡലങ്ങളിലും എന്ന് സ്വപ്നം കാണുന്ന NDA പ്രവർത്തകർ, അവരെല്ലാം തന്നെ ഇന്നത്തെ ഈ ഒരു രാത്രി കഴിയുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.